ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മെയ് 21, അതായത് നമ്മുടെയൊക്കെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ, മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ ജന്മദിനാശംസകൾ നേരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ഫ്രാൻ ബോയ് ട്രിബ്യൂട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നല്ല സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ട്രിബ്യൂട്ടാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയായിരുന്നു. 2019 ലൂസിഫറിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ 2020 ആട്ടെ, 21 ആട്ടെ, 22 ആട്ടെ, അങ്ങനെ 23 ആട്ടെ, അങ്ങനെ 6 വർഷമായി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് എമ്പുരാൻ വരുന്നതും അതിനൊരു മാറ്റം വരുന്നത്. പക്ഷേ എമ്പുരാനിൽ നമുക്ക് പ്രതീക്ഷിച്ച ഒരു തൃപ്തി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ലാലേട്ടനെ നമുക്ക് പ്രതീക്ഷ രീതിയിലൊരു ജിംഗിൾ ഫൈറ്റ് ഒഴികെ പ്രതീക്ഷ രീതിയിലൊരു മോഹൻലാലിൻ്റെ ഡയലോഗ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു വേണ്ടത്ര സംതൃപ്തി കിട്ടിയില്ല. പക്ഷേ അതിനെല്ലാം കൂടെ ചെക്ക് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം കൂടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് തരുൺമൂർത്തി തുടരുമെന്ന ചിത്രവുമായി എത്തിയതും ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയതും. അങ്ങനെ രണ്ട് ചിത്രങ്ങളും ഏകദേശം 200 കോടിയിലേറെ കളക്ഷൻ നേടിക്കൊണ്ട് അതിൽ തുടരും കേരളത്തിൽ മാത്രം 100 കോടിയിലേറെ കളക്ഷനാണ് നേടിയത്. ആദ്യമായി കേരളത്തിൽ മാത്രം 100 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് തുടരും മാറുകയും ചെയ്തു. അങ്ങനെ രണ്ട് ചിത്രങ്ങളിലൂടെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ മറ്റാർക്കും സ്വപ്നം കാണാത്ത രീതിയിലുള്ളൊരു കളക്ഷൻ റെക്കോർഡാണ് അദ്ദേഹം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അവസാനം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും കൂടെ ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ 400 കോടിയിലേറെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയെടുത്തിരിക്കുന്നതെന്ന് പറയാം. മറ്റ് ആക്ടേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഒരു സ്വപ്നവും ഒരു ഇൻസ്പിറേഷനുമാണെന്ന് പറയാം ഇദ്ദേഹത്തിൻ്റെ ഈ നേട്ടം എന്നത്. ഇദ്ദേഹം തന്നെ റെക്കോർഡ് ഇടുന്നു, ഇദ്ദേഹം തന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ പണ്ടുതൊട്ടേ കണ്ടിട്ടുള്ളത്. തുടർ പരാജയങ്ങൾ വന്നപ്പോഴും ഇദ്ദേഹം തിരിച്ചു വരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനിൽ ആ ഒരു സംതൃപ്തി കിട്ടിയില്ലെങ്കിലും തുടരും കണ്ടപ്പോൾ വളരെ സംതൃപ്തിയായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 1978 അദ്ദേഹം ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന തിരുനോട്ടം എന്ന ചിത്രമാണ്. പക്ഷേ അത് പുറത്തിറങ്ങിയില്ല. പിന്നെ 1980 ക്രിസ്മസിന് പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ കാണുന്നത്, ആ ഒരു വില്ലൻ വേഷം. പിന്നീട് നിരവധി ചിത്രങ്ങൾ. രാജാവിൻ്റെ മകൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് കരിയറിലൊരു അടുത്ത ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോയ ചിത്രമാണ് രാജാവിൻ്റെ മകൻ എന്ന ചിത്രം. അതിനുശേഷം നിരവധി ചിത്രങ്ങൾ. ഒരു മാസ് ഹീറോ എന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന ആറാം തമ്പുരാൻ എന്ന ചിത്രമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഉസ്താദ് ആയിക്കോട്ടെ, നരസിംഹം ആയിക്കോട്ടെ, രാവണപ്രഭു ആയിക്കോട്ടെ, താണ്ഡവം ആയിക്കോട്ടെ, ഒരു മാസ് ഫോർമുലയായിരുന്നു. പിന്നീട് ഇഷ്ടംപോലെ ചിത്രങ്ങൾ. അതിനിടയിൽ ഫീൽ ഗുഡ് ചിത്രങ്ങളും, പ്രത്യേകിച്ച് 80s 90s അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രിയദർശനുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ നമ്മളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചതാണെന്ന് പറയാം. താളവട്ടം ആയിക്കോട്ടെ, ചിത്രമായിക്കോട്ടെ, അങ്ങനെ നിരവധി. അതിലെ പാട്ടുകളും MG ശ്രീകുമാരും ഇദ്ദേഹവും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് എവർഗ്രീൻ സോങ്സ് ആണ് മലയാളികൾക്ക് തന്നിരിക്കുന്നതെന്ന് പറയാം. ഓരോ മലയാളിയും ഇപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ് ചിത്രത്തിലെയും കിലുക്കത്തിലെയും ഒക്കെയുള്ള പാട്ടുകൾ, താളവട്ടത്തിലെയൊക്കെ പാട്ടുകൾ എന്നത്. അതിനുശേഷം 2000-ന് ശേഷം വീണ്ടും ഒരു ഈ മാസ് റോളുകൾ കണ്ടിന്യൂ ആയിട്ട് വന്നപ്പോൾ അവിടെയും പരാജയം അറിഞ്ഞ് വീണ്ടും ഇടയ്ക്കിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്ന് പിന്നെ അദ്ദേഹത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ചിത്രമായിരുന്നു ദൃശ്യം എന്ന ചിത്രം. അതിനുശേഷം ഒപ്പം പുലിമുരുകൻ, ലൂസിഫർ. അതിൽ ദൃശ്യം 50 കോടി, പുലിമുരുകൻ 100 കോടി, ലൂസിഫർ 150 കോടി, അതോടൊപ്പം 200 കോടി, എമ്പുരാൻ 250 കോടി. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴത്തെ തുടരും 200 കോടി കഴിഞ്ഞ് ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ നല്ല ബുക്കിങ്ങുമായിട്ട് പുതിയ ചിത്രങ്ങളൊക്കെ, ദിലീപിൻ്റെ പുതിയ ചിത്രങ്ങളൊക്കെ വന്നെങ്കിലും അതിന് ഇപ്പോഴും തുടരുമാണ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ് അദ്ദേഹം. ഏകദേശം 350-ലധികം ചിത്രങ്ങൾ. 1978 തുടങ്ങിയ കരിയർ ഏകദേശം 47 വർഷമായി. സ്ക്രീനിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ആദ്യത്തെ ജനറേഷൻ തൊട്ട് കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 45 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഏജിലും 60ൻ്റെ മേളിൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്. ഈ ഏജിലും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയകഥ തുടരുമെന്ന് തോന്നുന്നു. കാരണം അടുത്തതായി അദ്ദേഹത്തിന് റിലീസാകാൻ പോകുന്നത് ഓണത്തിന് സത്യനന്ദിക്കാടുമായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി കാണുന്ന സിനിമ വിയറ്റ്നാം കോളനിയാണെന്നാണ് എനിക്ക് തോന്നിയത്. STVയിലെ വിയറ്റ്നാം കോളനിയാണ് അദ്ദേഹത്തിന് ആദ്യമായി കണ്ട ചിത്രം. അന്നോട്ട് നെഞ്ചിനകത്ത് കയറിയ ഒരു പേരാണ് മോഹൻലാൽ എന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എനിക്ക് വളരെയധികം, പ്രത്യേകിച്ച് നരസിംഹവും രാവണപ്രഭുവും ഒക്കെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ട ചിത്രങ്ങളാണ്. പിന്നെ പഴയകാല ചിത്രങ്ങളൊക്കെ ചിത്രവും താളവട്ടവും കിലുക്കവും എൻ്റർടൈൻമെൻറ്റ്, കാക്കക്കുയിലൊക്കെ മൈ ഫേവറേറ്റ് ആണെന്ന് പറയാം. ഒരുപാട് ചിരിച്ച ചന്ദ്രലേഖ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ആറാം തമ്പുരാനും നരസിംഹവും താണ്ഡവവും ഒക്കെ വീണ്ടും നമ്മളെ ഇങ്ങനെ മുണ്ടുടിപ്പിച്ച് രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന ചിത്രങ്ങളായിരുന്നു. പിന്നെ അവസാനം വന്ന എമ്പുരാനിലെ ജംഗിൾ ഫൈറ്റും വളരെയധികം ആസ്വദിച്ചു. പിന്നെ തുടരും എന്ന ചിത്രത്തിലെ ജയിലിലെ ഫൈറ്റും വളരെയധികം ആസ്വദിച്ചു. മാസാണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും ഇവിടെ എന്തും പോകുമെന്നുള്ളൊരു കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ തമിഴിൽ ശുഭാർത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു.
ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ആസ് എ ഫാൻ ബോയ് എന്ന നിലയിൽ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്ര ഇനിയും തുടരും. വെയിറ്റിംഗ് ഫോർ ഹൃദയപൂർവ്വം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.